ഹലോ ഫ്രണ്ട്സ്. ഈ ബിഗിനർ ലെവലിലുള്ളവരോട് HTML നോളജ് ചെക്ക് ചെയ്യാൻ ഞാൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു HTML പേജിന് ഞാൻ HTMLൻ്റെ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് ഫുള്ള് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, CSSO ടൈലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വെറും ഒരു ആട്രിബ്യൂട്ട് മാത്രമാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ആട്രിബ്യൂട്ട് ഏതാണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നത് പോലെ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് റൈറ്റ് എന്നൊന്നും നമ്മൾ വാല്യൂസ് യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് റൈറ്റിന് പകരം വേറെ വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഏതൊക്കെയാണ് ആ വാല്യൂസ് എന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിത്തു. ഞാനൊരു സീനിയർ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനകത്തും കാണുന്നത് പോലെ എന്താണ് HTML എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ HTML പേജിൽ സ്റ്റൈൽസിനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമുക്കതിന് 3 ഓപ്ഷൻസ് ആണുള്ളത്: ഇൻലൈൻ സ്റ്റൈൽസ്, ഇന്റേണൽ സ്റ്റൈൽസ് ആൻഡ് എക്സ്റ്റേണൽ സ്റ്റൈൽസ്. ഈ 3 മെത്തേഡ് വഴി മാത്രമേ നമുക്ക് സ്റ്റൈൽസിനെ ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ 3 രീതിയിൽ സ്റ്റൈൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ പി ടാഗിനെ കണ്ടില്ലേ? അപ്പോൾ ഈ പി ടാഗിൽ ഞാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് CSS ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ എലമെൻറ്റ്സിലും ഇതുപോലെ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് CSS വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്തതിനാണ് ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു HTML പേജിൻ്റെ ടോപ്പിൽ ഹെഡ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് സ്റ്റൈൽസ് ആഡ് ചെയ്യാം. അതാണ് ഇന്റേണൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വലിയ പേജിലൊക്കെ നമുക്ക് ഇങ്ങനെയൊന്നും മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റൈൽസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റ ടാഗിൻ്റെ റോൾസ് ആണ്. ഓക്കെ, ഈ ടാഗിന് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 3 മാത്രമേ ഉള്ളൂ. അതായത് സെർച്ച് എഞ്ചിന് വേണ്ടി കീവേഡ്സ് ആഡ് ചെയ്യാനും സെർച്ച് എഞ്ചിന് വേണ്ടി തന്നെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനും പിന്നെ നമ്മുടെ മൊബൈൽ വ്യൂവിലും റെസ്പോൺസിലൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ കണ്ടൻറ്റ് സെറ്റായി നിൽക്കാനൊക്കെ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പേജിനെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൽ റീലോഡ് ചെയ്യാനെല്ലാം മെറ്റ എന്ന് പറഞ്ഞ ടാഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മെറ്റ കീവേഡും ഡിസ്ക്രിപ്ഷനൊക്കെ ഇട്ടേക്കുന്ന ഒരു ലൈവ് സൈറ്റിൽ എങ്ങനെ വെച്ചേക്കുന്നതിനെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലൈവ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ നൗക്കരി ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സെർച്ച് എഞ്ചിന് ഒരു ടൈറ്റിലും വന്നിട്ടുണ്ട്, അതൊരു ഡിസ്ക്രിപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റ നെയിം ഈക്വൽ ടു ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ഇട്ടേക്കുന്നതായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ മെറ്റ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ ആൻഡ് കണ്ടന്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന കണ്ടന്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, കണ്ടില്ലേ? ഇവിടെ മെറ്റ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ കണ്ടന്റിനകത്ത് കൊടുത്തേക്കുന്ന കണ്ടന്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മെറ്റ ടാഗിനെ യൂസ് ചെയ്യുന്നത് SEOയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മെറ്റ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് മെറ്റ ടാഗിനെ കുറിച്ച് കൂടുതൽ അറിയുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റേഡിയോ ബട്ടണും ഒരു ചെക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ഇപ്പോൾ റേഡിയോ ബട്ടൺ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫോമിനകത്ത് ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു ഓപ്ഷൻ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിലാണ് നമ്മൾ റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ ഒരു ഫോമിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ചെക്ക് ബോക്സസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ രജിസ്ട്രേഷൻ പേജിൽ ജെൻഡറിൻ്റെ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്നായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നെയിം ഈക്വൽ ടു സെക്സ് എന്ന് പറഞ്ഞിട്ട് 3 ഇൻപുട്ട് ഫീൽഡിനെയും നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഇൻപുട്ട് ടൈപ്പ് റേഡിയോയ്ക്കകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ സെലക്ട് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ മേളിൽ നോക്കാമെങ്കിൽ
ഈ ലാംഗ്വേജസ് നോൺ എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചൂസ് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈവൻ നമ്മൾ നെയിം കണ്ടില്ലേ, ലാങ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ ചെക്ക് ബോക്സസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്, ഐ ഡി എന്നീ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെൻസിന് കോമൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് CSSO അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ CSS മെൻഷൻ ചെയ്യുന്ന ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു എലമെൻറ്റിന് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഫംഗ്ഷനോ അല്ലെങ്കിൽ സ്റ്റൈലൊക്കെ എഴുതാൻ വേണ്ടിയാണ് ID എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ID കേസിൽ നമുക്ക് യുണീക്ക് ആയിരിക്കണം ഒരു പേജിൽ, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഒരേ ID നെയിം ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ എക്സാമ്പിളിൽ കാണിച്ചു തരാം. ഈ ഒരു എക്സാമ്പിൾ ഞാൻ കുറേ പീറ്റാഗിന് സെയിം ക്ലാസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു പീറ്റാഗിന് ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പീറ്റാഗിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നെയിം എഴുതിയിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം CSSന് മനസ്സിലാവും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്ന ഈ റെഡ് എന്ന് പറഞ്ഞ് ഉള്ള ക്ലാസ് ഉള്ള എലമെൻസിനെയാണ് ടാർഗറ്റിൻ്റെ എന്ന് മനസ്സിലാവും. അതുപോലെ ID ഈക്വൽ ടു ഗ്രീൻ എന്ന് കൊടുത്ത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഹാഷ് ഗ്രീൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും CSS ഓട്ടോമാറ്റിക്കലി തന്നെ ഗ്രീൻ എന്ന് പറഞ്ഞ ID ഉള്ള എലമെൻറ്റിനെ ടാർഗറ്റ് ചെയ്യും. ഇങ്ങനെയാണ് CSS ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഈ ID, ഈ ഗ്രീൻ എന്ന് പറഞ്ഞ ID ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ഈ റെഡ് എന്ന് പറഞ്ഞ ക്ലാസ് നമുക്ക് ഏതൊക്കെ എലമെൻറ്റിന് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ പീറ്റാഗിന് കൊടുത്തു, അതുപോലെ നമുക്ക് ഈ H1നും ഈ റെഡ് വേണമെങ്കിൽ കൊടുക്കാം, ഒരു തെറ്റുമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് എൻഡിൽ വന്ന് നോക്കാമെങ്കിൽ കണ്ടില്ലേ, പീറ്റാഗിനും H1നും ഒരേ ക്ലാസ് നെയിം കൊടുത്തു, അതിന് സ്റ്റൈൽ എഴുതി, ആ കോമൺ സ്റ്റൈൽ എല്ലാത്തിനും പിടിച്ചു. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ റെഡ് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, എല്ലാം ഹൈലൈറ്റ് ആയി. ഇപ്പോൾ ഈ പീറ്റാഗിന് നമ്മളിപ്പം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇടുവാണെങ്കിൽ അതും വർക്കാവും CSSൻ്റെ കേസിൽ. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഇത് ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞതിന് ഒരു ഫങ്ഷണാലിറ്റി എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ID മാച്ച് ആവുന്ന എലമെൻറ്റിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. മറ്റേതിലോട്ട് ആ ഫങ്ഷനെ അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നല്ല, അപ്ലൈ ആവില്ല. സോ നമ്മളെപ്പോഴും ID റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമേജ് ടാഗിനകത്ത് ഒഴിവാക്കാൻ പാടില്ലാത്ത ആട്രിബ്യൂട്ട് ഏതെന്നാണ്. അതെന്ന് പറയുന്നത് ഓൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഇതിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമേജ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ആട്രിബ്യൂട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് SEOയുടെ കേസിലും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ പേജിൽ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോഡ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഹെഡിങ് കഴിഞ്ഞ് താഴെയായിട്ട് ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ട് IMG എന്ന് പറഞ്ഞ ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ ഇമേജിൻ്റെ പാത്ത് നെയിമും കൊടുത്തു. എന്നിട്ട് ഓൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനകത്ത് ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ റീലോഡ് ചെയ്ത് നോക്കാമെങ്കിൽ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാമെങ്കിൽ ഇമേജ് ടാഗിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് ഇമേജിൻ്റെ നെയിം ചെറുതായിട്ടൊന്ന് തെറ്റിച്ചു കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് റീലോഡ് ചെയ്യാമെങ്കിൽ കണ്ടില്ലേ, ഈ ഇമേജ് ലോഡായില്ല, പകരം നമ്മൾ ആൾട്ടിൽ കൊടുത്തത് ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇത് ഇങ്ങനെ ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ നമുക്ക് SEOയിലും ഈ ഒരു ഇത് ഹെൽപ്പാവും. ഇനി നമുക്ക് വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് യൂട്യൂബിൻ്റെ അലൈൻമെൻറ്റ് ഞാൻ ജസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് ചേഞ്ച് ചെയ്തിരുന്നു. ഓക്കെ, അതിന് ഉപയോഗിച്ചേക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ dir ഈക്വൽ ടു LTR എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ dir എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, LTR എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാണ് ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് മാറ്റി റൈറ്റ് ടു ലെഫ്റ്റ് എന്നാക്കാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് മാറും ഡയറക്ഷനെ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യും. ഈ ബോഡിയിൽ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് അലൈൻ സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ഓക്കെ,
ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതായത് ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതുപോലെ അലൈൻമെൻറ്റ് സ്റ്റാർട്ടുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് തുടങ്ങിയത്. ഇനി നമ്മൾ ഇത് സ്റ്റാർട്ട് മാറ്റി എൻഡ് ആക്കാം. ഓക്കെ, കണ്ടില്ലേ ഈ ടെക്സ്റ്റ് അലൈൻ എൻഡ് എന്ന് പറഞ്ഞ് ആക്കി കഴിഞ്ഞപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. RTL എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞിട്ട് അലൈൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് അലൈൻമെൻറ്റിനെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സ്റ്റാർട്ട് കൊടുത്താൽ ഇതിൻ്റെ സെയിം ഡയറക്ഷനിലും, എൻഡ് കൊടുത്താൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും ടെക്സ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പം ടെക്സ്റ്റ് അലൈന് വാല്യൂസിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ബിഗിനർ ലെവലിലുള്ള HTML5 കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ ക്വസ്റ്റ്യൻസും അതുപോലത്തെ വേറെയും ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇനി CSSൻ്റെയും ജാവാസ്ക്രിപ്റ്റിൻ്റെയും റിയാക്ട് JSൻ്റെയും ബിഗിനർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ആ വീഡിയോസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ആഡ് ചെയ്യുമെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ അതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ മാക്സിമം സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.